വിശ്വാസിക സമൂഹം മുഴുവൻ ഇപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, ബഹുമാനപ്പെട്ട വൈദികരും ചേർന്ന് വന്നിരിക്കുന്ന വിശ്വാസ സമൂഹം മുഴുവൻ ഇപ്പോൾ തൽസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശ്രേഷ്ഠ ബാവാതിര മനസ്സിനെ ഈ കത്തീഡ്രലിലേക്ക് രാജോചിതമായ വരവേൽപ്പ് നൽകുകയാണ്. തലമുറകളായി ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസിൻ്റെ സ്വന്തോണി ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ പാരമ്പര്യ ആചാരക്രമമുണ്ട്. അത് കടന്നു വരുമ്പോൾ ഏറ്റവും മുമ്പിലായി സഭയുടെ ട്രസ്റ്റിയായ കമാൻഡർ തമ്പു ജോർജ് തുകലൻ മരക്കുരിശ്, അതിൻ്റെ തൊട്ടുപിറകിലായി വൈദിക ട്രസ്റ്റി ഫാദർ റോയി ജോർജ് കട്ടച്ചിറ വിശുദ്ധ വേദപുസ്തകം വഹിക്കും. അതേ തുടർന്ന് സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു, അദ്ദേഹം പാത്രീർക്ക പതാക വഹിച്ച് അഭിയോന്യ മെത്രാപ്പൊലീത്തന്മാർ അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് അതിന് പുറകിൽ അണിനിരക്കും. ഏറ്റവും പുറകിലായി ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ടും ഇപ്പോൾ മൊറത്തനേഷ്യസ് കത്തീഡ്രലിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ സ്നേഹത്തോടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ആ വഴിയിൽ ദയവായിട്ട് ആരും നിൽക്കരുത്, അല്ലെങ്കിൽ അത് ദയവായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തനാഷ്യസ് കത്തീഡ്രലിലേക്കുള്ള വഴി ദയവായിട്ട് ആ വഴിത്താരകളൊന്ന് വൃത്തിയാക്കേണ്ടതുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ 10,000 അണിനിരന്നിരിക്കുന്ന ഈ അനുഗ്രഹീതമായ വേദി ലോകത്തോട് പ്രഖ്യാപിക്കുക. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാങ്ങി പോകില്ല. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് ബാവയുടെ നേതൃത്വത്തിൽ ഈ സഭ ഉത്തരോത്തരങ്ങളിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചേർന്ന് വന്നിരിക്കുന്ന വിശ്വാസ സമൂഹം ഇതാ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് ബാവ തിരുമനസിനെ ഈ അനുഗ്രഹീതമായ അത്തനേഷ്യസ് കത്തീഡ്രലിലേക്ക് വരവേൽക്കുന്നു. വന്നു ചേർന്നിരിക്കുന്ന ഓരോ വിശ്വാസിയുടെ ഹൃദയത്തിലും പെരുമ്പറ പൊട്ടുന്ന ഒരു വലിയ ശ്രേഷ്ഠത. ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ നീണാൾ വാഴട്ടെ. ഓക്സിയോസ് ഓക്സിയോസ് എന്ന ഹൃദയത്തിൽ മന്ത്രത്തോടെ ഉയരുന്ന അനുഗ്രഹീതമായ ഈ സായം സന്ധ്യ പഴയ നിയമകാലത്തെ മോശയെ പോലെ, അഹറോനെ പോലെ, യാക്കോബ് കുർത്തനെ പോലെ പ്രതിസന്ധികളിൽ പതറാതെ പ്രാർത്ഥന എന്ന കവചവുമായി പരിശുദ്ധ സഭയെ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് മുത്തലൻ ബാവയുടെ ആത്മ ചൈതന്യം പകർന്നു കിട്ടിയ ഈ ശ്രേഷ്ഠ പിതാവ് നയിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തിൽ വന്നു ചേർന്നിരിക്കുന്ന വിശ്വാസ സമൂഹം ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് ബാവ നീണാൾ വാഴട്ടെ എന്ന മന്ത്രധ്വനിയോടുകൂടെ വരവേൽക്കുകയാണ്. മലങ്കര യാക്കോബായ സഭ കണ്ണുനീരിന്റെ കയത്തിലേക്ക് മുങ്ങിയപ്പോ മുട്ടിന്മേൽ നിന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ച പൊട്ടിക്കരിഞ്ഞ ഇടയനുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പരിശുദ്ധ സഭയെ വളർത്തിയ കരുതലുള്ള ഇടയൻ, തന്നെ വിശ്വസിച്ച് കൂടെ നിന്നവരെ ചതിച്ച് ശത്രുവിനോടൊപ്പം ചേരാതെ പിന്നിൽ നിന്നവർക്ക് മുന്നേ നടന്ന് അടിയേറ്റ മഹായിടയൻ, ആ ഇടയന്റെ ആത്മ പകർച്ച പകർന്നു കിട്ടിയ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പിൻബലത്തിൽ ഈ സത്യസഭയെ നയിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് പിൻഗാമിയായി കിട്ടിയ ദിവ്യ താരകം മലങ്കരയുടെ യാക്കോബ് മുത്തോനോയ്ക്ക്, യാക്കോബായ സഭയുടെ പകരക്കാരന് അമരക്കാരന്, വിശ്വാസികളുടെ സഭാമക്കളുടെ ആത്മീയ പിതാവിന് നമുക്ക് സ്നേഹത്തോടെ സ്വാഗതമോദാം. അങ്ങയുടെ നേതൃത്വം ഞങ്ങളെല്ലാവരും ഒരുപോലെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്നു. ഈ സഭയെ കരുതലോടെ, കാവലോടെ, കരുണയോടെ നയിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് വന്നു ചേർന്നിരിക്കുന്ന 10,000 ഒന്നിച്ചൊന്നായി ഹൃദയത്തിന്റെ നിറവിൽ മന്ത്രധ്വനിയോടെ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീത നിമിഷം. പൗരാണികതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ആ പാരമ്പര്യത്തിന്റെ മുദ്ര അതിങ്ങനെ മനോഹരമായിട്ട് ചൊരിയപ്പെടുന്ന, അതിന്റെ ചൈതന്യം വഴിഞ്ഞൊഴുകുന്ന അതിശ്രേഷ്ഠമായ സന്ദർഭം. സഭയുടെ സ്ഥാനികൾ, അതോട് ചേർന്ന് ശ്രേഷ്ഠ സഭയുടെ മെത്രാപ്പൊലീത്തന്മാർ ഈ പരിശുദ്ധ സഭയ്ക്ക് നേതൃത്വം നൽകാൻ 2025 മാർച്ച് മാസം 25-ാം തീയതി ലെബാനോനിന്റെ അനുഗ്രഹീത മണ്ണിൽ, ലെബാനോനിൽ പരിശുദ്ധ പത്രീർക്കീസ് ബാവയുടെ അനുഗ്രഹീതമായിരിക്കുന്ന കത്തീഡ്രലിൽ ഈ പരിശുദ്ധ സഭയ്ക്കു വേണ്ടി
ദൈവീക പരിപാലനയുടെ അടയാളമായി സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ചൈതന്യം പകർന്നു കൊടുത്ത ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ, കലർപ്പില്ലാത്ത സ്തുതിചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസത്തിൽ കറയില്ലാത്ത പൗരോഹിത്യത്തിന്റെ ഉറവിടമായ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ മലങ്കരയിലെ തകലൂപ്പയായ മഫ്രിയോനോ ഓർ ബസേലിയോസ് ജോസഫ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്, സഭയിലെ അനുഗ്രഹീതരായ മെത്രാപ്പൊലീത്തന്മാരെ, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ പ്രതിനിധികളായ മേൽപ്പട്ടക്കാരും, പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ അനുഗ്രഹീതരായ പട്ടക്കാർ വിശ്വാസ സമൂഹം ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമേനി, ഞങ്ങളുടെ പ്രാദേശിക തലവൻ തീർച്ചയായും ഞങ്ങൾക്ക് യോഗ്യനാണെന്ന് അട്ടഹസിച്ചു പറഞ്ഞുകൊണ്ട് ഒക്സിയോസ് പാടി സ്വീകരിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ സഭയും അതിൻ്റെ മക്കളും അതിൻ്റെ മേൽപ്പട്ടക്കാരും അതിൻ്റെ വൈദികരും ചേർന്ന് കടക്കുന്ന അനുഗ്രഹീതമായ സന്ദർഭമാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാപൂർവം ഈ ലക്ഷോപലക്ഷം ജനങ്ങളുടെ സാന്നിധ്യത്തിൽ മുൻപ് തന്നെ നമുക്ക് നമ്മുടെ ശ്രേഷ്ഠ പിതാവിനെ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ സ്വീകരിക്കുവാനൊക്കെ വേണം പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. പ്രിയമുള്ളവരെ, കത്തീഡ്രലിനകത്ത് ശ്രേഷ്ഠബാവയുടെ ഖബറിങ്കൽ പ്രാർത്ഥന അർപ്പിച്ച് ശുശ്രൂഷ നടത്തപ്പെടുന്നു. ഈ ശുശ്രൂഷ ഇവിടെ വന്നിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് മുഴുവൻ കാണുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ബഹുമാന്യരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ദയവായി അവർക്കായി ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കയറിയിരുന്ന് സഹകരിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ ലഭ്യമായ സ്ഥാനങ്ങളിൽ ക്രമത്തോടെ ഇരുന്ന് ഈ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയാക്കാൻ സഹകരിക്കണം. ഇപ്പോഴെല്ലാം സമയബന്ധിതമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വേഗം തന്നെ ആ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉടൻ തന്നെ കത്തീഡ്രലിനുള്ളിൽ ക്രമീകരണങ്ങൾ ആരംഭിക്കുകയാണ്. അവിടേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണല്ലോ. ആ കാര്യം പ്രത്യേകം ഓർക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ദയവായിട്ട് കസേരയിലുള്ള അവിടെ ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കുചേരണം. നിൽക്കുന്നതായ ആളുകൾക്ക് എല്ലാ ശുശ്രൂഷകളും കാണുവാൻ തക്കവണ്ണം
എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് നമ്മുടെ ശ്രേഷ്ഠ ഇടയന്റെ അനുഗ്രഹീതമായ സിൻഡ്രോണോസിസ് നിർവഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മേൽപ്പട്ടക്കാരുടെയും പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന മാത്യൂസ് മോർ അഫ്രേം തിരുമേനിയുടെയും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ പ്രതിനിധികളായ മെത്രാപ്പൊലീത്തന്മാരുടെയും സഹകരണത്തോടെ ആ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആ ശുശ്രൂഷയെ നമുക്ക് സമർപ്പിക്കാം. ശുശ്രൂഷ ആരംഭിക്കുവാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ ധൂപം വയ്ക്കും. അതിനുശേഷം ശ്രേഷ്ഠ ബാബാ തിരുമനസിന്റെ കബറിൽ ധൂപം വയ്ക്കും. തുടർന്ന് ശുശ്രൂഷകൾ ആരംഭിക്കും. എല്ലാവരും പള്ളിയകത്തും പരിസരം നിൽക്കുന്ന ശബ്ദമായിട്ട് നിൽക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തും. രാജമകൾ നിൻ വലഭാഗേ രാജഭാമിനിയും പിതൃഗ്രഹവും പാർക്കുമോ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാർക്കുമോ ദൈവസവിത്രീ കന്യകമറിയാമേ ഉയരും നോയാറിൽ സുഖപരിമളധൂപം ഒറിയോറാഹി മേലൈനോവാദാ
ഞങ്ങൾക്കായുള്ളർത്ഥനയെ ഞങ്ങളിലാദ്രത തോന്നിടാൻ ദേവാൻപന പോലെ തളിർത്തിടുമേ ഹാലേലൂയ. വളരുമവൻ ലബനോൻ കാരകിൽ പോൽ. ഹൃദയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ. കോലം വാദാമുൽവോലം ഉൽമീനാമീ. ഓരോ പോലിങ്ങും മോറത്താനസിയോ. മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ശോകാൻ സ്തൗമെങ്കാലോസ്കുരീനായിസോ. ഭാഗ്യം നീബിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദീനേ പാർക്കുമോ. മശിഹായെ കാണാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകൾ പോൽ ഉന്നത പദമേറി ഒളിയോറാകെ മലയിലോ വാതാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിങ്കർത്താവോടാൻ അടികളയും തൻ കോപത്തിൻ വടികളയും മായി നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നിയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയും പാർക്കുമോ. മൂലം വാദാമുൽമോലം ഉൽമീനാമീ. സ്പർശിച്ചുള്ള പാദങ്ങൾ പോക്കുധ്യാന ദ്വാരങ്ങൾ മാനവരുത്വവസീകേണം സ്തോമെങ്കാലോസ്കുരീനായിസോ. പരിചരിച്ചെന്നാജാന്മാരെ പരമാനന്ദലോകത്തിൽ പരിചോടിരയച്ചേ കട്ടി പാർക്കുമോ. നീ നെല്ലി സൂനുദാത ശുശ്രൂഷകല ശ്രേഷ്ഠാചാര്യനെ ഉയർപ്പി വലിയൊരു നാളിങ്കൽ അവർക്കേ ഗണമേ മുഖകാന്തി ഒറിയോറാകെ മലൈനോ ആധാരേ. മൈനോസ്കീനേ റോദാലോഹോ വൈവൽ കോസോ ലോമെസ്തരയോ അംകാദീശേ. വാത്സല്യമുള്ളവരെ,
ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ സിന്ധ്രോണ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. പള്ളിയകത്തും പുറത്തു നിൽക്കുന്ന ആളുകൾ പൂർണ്ണമായ നിശബ്ദതയോടും ഭക്തിയോടും കൂടെ സംബന്ധിക്കണമെന്ന് അറിയിക്കുന്നു. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം മലങ്കര സഭയെ കരുതി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രതൃതീയൻ ബാവായുടെ കരങ്ങളാൽ മലങ്കര സഭയ്ക്ക് പുതിയ കാതോലിക്കായെ നിയമിച്ചു നൽകി ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ്. നമുക്ക് മുമ്പേ വഴികാട്ടിയ ശ്രേഷ്ഠ ബസേലിയോസ് സോമപ്രദൻ ബാവായെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തമായ പിൻഗാമിയായി ദൈവം ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. മോശയിൽ നിന്ന് യോശുവ ഖനാനിലേക്കുള്ള സെറ്റിൽമെൻറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതുപോലെ നവാഭിഷേകനായ പുതിയ കാതോലിക്കായിക്ക് നമ്മുടെ സഭയെ നയിക്കുവാനായിട്ട് സാധിക്കട്ടെ. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഈസ് ലിബറേറ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ്, ഫൗണ്ടഡ് ഓൺ ഹ്യൂമിലിറ്റി ആൻഡ് സെർവൻഹുഡ്. താഴ്മയിലും ശുശ്രൂഷ മനോഭാവത്തിലും ഊന്നിയ ചലനാത്മകവും വിമോചനാത്മകവുമായ നേതൃത്വമാണ് ക്രിസ്ത്യ നേതൃത്വം എന്ന് പറയുന്നത്. ശ്രേഷ്ഠ കാതോലിക്ക ബാവായിക്ക് സഭയെ ആ നിരത്ത് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിന്ധ്രോൺ ശുശ്രൂഷ ഏകദേശം 1 മണിക്കൂർ ദൈർഘ്യമുണ്ടായിരിക്കും. സിന്ധ്രോണിസ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഹാസനാരോഹണം എന്നാണ്. മലങ്കര സഭ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ ആധികാരികത്തെ സ്വീകരിക്കുന്നതായ ഒന്നാണ്. നമ്മുടെ സഭയിൽ എപ്പിസ്കോപ്പസിയും ഡെമോക്രസിയും തമ്മിൽ യോജിപ്പിച്ചാണ് പോകുന്നത്. മെത്രാപ്പോലിത്ത വാഴിക്കപ്പെട്ടാലും സിന്ധ്രോണിസ വഴിയായി ജനം സ്വീകരിക്കുമ്പോഴാണ് അദ്ദേഹം അംഗീകാരമായി തീരുന്നത്. ശുശ്രൂഷയുടെ അവസാനം ആക്സിയോസ് ചൊല്ലി മലങ്കര സഭ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് അർഹമായ ബഹുമാനത്തോടുകൂടെ നാം അദ്ദേഹത്തെ സ്വീകരിക്കുകയും കരുതുകയും ചെയ്യുന്നു. ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുന്നു. പ്രാർത്ഥനകൾക്ക് ശേഷം അവസാനം ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഏവൻഗേലിയോൻ വായിക്കും. അതിനുശേഷം അദ്ദേഹത്തെ 3 പ്രാവശ്യം സിംഹാസനത്തിലിരുത്തി ഉയർത്തി അദ്ദേഹത്തിന് ആക്സിയോസ് ചൊല്ലി മലങ്കര സഭ സ്വീകരിക്കും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 2-ാം വാക്യത്തിൽ മോശയുടെ സിംഹാസനത്തെക്കുറിച്ച് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സിംഹാസനം ടീച്ചിങ് ആൻഡ് സ്പിരിച്വൽ അതോറിറ്റിയുടെ പ്രതീകമാണ്. അദ്ദേഹം നമ്മെ നയിക്കുവാനും പഠിപ്പിക്കുവാനും നയിക്കുവാനുള്ള ശക്തി തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. ഒരു കാര്യവും കൂടെ ഓർമ്മപ്പെടുത്താനുണ്ട്. ഇവിടെ ക്യാമറയും ഫോട്ടോയും ഒക്കെ ഇവിടെ നിൽക്കുന്ന ആളുകൾ സഭയുടെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ളതായ നമ്മുടെ ചാനലുകളും ഔദ്യോഗിക ടീമുകളും അല്ലാതെ ആരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കരുത്. എടുക്കുന്നവർ തന്നെ സൈഡിലേക്ക് മാറി നിന്ന് പുറകിൽ നിൽക്കുന്നവർക്കും അതുപോലെ അവിടെ ഇരിക്കുന്നവർക്കും അസൗകര്യമുണ്ടാകാത്ത രീതിയിൽ അത് പാലിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ആരും മുൻവശത്ത് ക്രോസ് ചെയ്ത് നിൽക്കരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൂഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൂഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൂഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളായ എല്ലാവരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വിഷ്ണു സ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ
വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ ക്രിസ്തുവിനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവം തമ്പുരാന്റെ പരിശുദ്ധമേ ആമേൻ. ദൈവമായ കർത്താവേ, നിന്റെ ദാസനെ നീതി നിറഞ്ഞതും തെറ്റിപ്പോകാത്തതുമായ സ്ഥിരതയുള്ള നേരായ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ അർഹനാക്കി തീർക്കണമേ. ആനന്ദപ്രദമായ നിന്റെ നിത്യരാജ്യത്തിൽ സന്തോഷത്തോടെ സ്തുതി പാടുവാൻ ഇവനെ അർഹനാക്കണമേ. വെടിപ്പുള്ള ഹൃദയവും നിർമ്മല മനസ്സും നല്ല ചിന്തകളും ഈ ദാസന് നൽകണമേ. ഓട്ടം തികച്ച് മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് നിന്നെ വാഴ്ത്തി പാടുവാൻ നിന്റെ പിതാവിനെ യോഗ്യനാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സോപ്പാ കൊണ്ട് എന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ ഉണ്മയാക്കണമേ, തൽക്കായേക്കാൾ ഞാൻ ഉണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെല്ലാം മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്നിൽ പുതുതാക്കണമേ. നിന്റെ എതിരുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീ എടുക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പിടിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തവാതകത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികളും നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളും നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഖിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടിയ ബലികളിലും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക് മോർ. شبح المريو جايو دذ جايا على الركشو അജസംഗത്തിൽ നിന്നും ഈ ഇടയപദത്തിൽ ചേർത്തോരാ സർവേശ്വരനെ സ്തുതി ചെയ്യാം. സ്തുതി മഹിമകളാൽ ഘോഷിതമാം ദേവേശന് സ്തോത്രം യോത്രം. أبق مور تقديفو وامشبحو يا مريو وهو لنفر قونو പരമദിന ഭൂസ്വർഗത്തിൽ അധികാരം ദാനം ചെയ്ത സർവേശ്വരനെ സ്തുതി ചെയ്യാം. സ്തുതി മഹിമകളാൽ ഘോഷിതമാം ദേവേശന് സ്തോത്രം യോക്തം. بارخ مور دعشين لب بمريو وتريمات قرنبالو وتفتح فم على البعيد بوباي
ميتود حديثون فرقونو നല്ലൊരജപാലകനാകും ഞങ്ങൾ തൻ ശോഭിത താരാ പാവകമാട്ടിൻ പറ്റം മംഗളമോദം അങ്ങേയ്ക്കാം ശ്രേഷ്ഠൻ കീപ്പ എന്നതുപോ അജസംഘത്തെ പാലിക്കാം മശിഹാരാജൻ തൻ വരവിൽ മുഖതേജസ്സോടെതിരേൽക്കും ഉത്തമരാ ദാസർക്കായി കർത്തൻ കരുതിയതാം കൂലി പ്രതിഫലമായി നീ പ്രാപിക്കും. പാറയ്ക്കുമോ ശ്രേഷ്ഠപിതാവേ താവതനാദം കേൾക്കുകയും ശോഭിതവദനം കാണുകയും നിത്യാചനകൾ വഴിയായി വാഴ്വേൽക്കുകയും ചെയ്യുന്ന അജസംഘത്തിൽ സൗഭാഗ്യം മഹിമയേഴും ശോഭിതദാതാ നിന്നെ ചേർത്തോ ോടു ഞങ്ങൾ സ്തുതിയനവരതം ഏറ്റിടും. ആർക്കുമോർ ഞങ്ങൾ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെടുവനും മഹത്വമുള്ളവനും ശ്രേഷ്ഠനുമാകുന്നു. കാന്തേഴും ശ്ലീബാക്കൊടിയേ സോത്സാഹം ഏതും നോനാം സ്ഥാനമതിയാം അജപാല സ്വാഗതമങ്ങിയോതുന്നു. വീഴ്ചയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചോന അഖിലേശൻ പരിശുദ്ധനായുള്ളവേ, നിന്റെ മഹനീയ നാമം വാഴ്ത്തപ്പെട്ടതാകുന്നു. നീ എന്നേക്കും മഹത്വമുള്ളവനും ശ്രേഷ്ഠനുമാകുന്നു. സകലത്തിനും നദമാകും ആചാര്യത്വത്തിൻ കൃപയെ മശിഹാകർത്തൻ കൃപയാലെ അങ്ങേയ്ക്കായി ദാനം നൽകി. വീഴ്ചയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചോനം അഖിലേശൻ വാഴ്ത്തപ്പെട്ടു. പാറയ്ക്കുമോ മൂലം വാദാമുൽ മൂലം നീനാമി നാടുകളെ താതൻ ഈ താതനെ നിയമിച്ചതിനാ ഈശനെ വാഴ്ത്തി തിരുസഭയെ വീഴ്ചയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചോനം അഖിലേശൻ കർത്താവിന്റെ സർദാസന്മാരുമേ അവനെ വാഴ്ത്തി എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തുവീൻ. ജാഗ്രതയുള്ളോരോ നായകരും ഉത്സാഹികളാ ഇടയലയം പാവനരോഹ തിരുസഭയിൽ നിയമിച്ചുദ്ഘോഷിച്ചതിനാ
സ്തുതി അനവരതം വാഴ്ത്തി ഹനനിയ, സിറിയ, മിശായേൽ എന്നിവർ അഗ്നിച്ചുവളയിൽ വെച്ച് കർത്താവിനെ വാഴ്ത്തി അവനെ നിങ്ങൾ എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തുവേൻ. പരിശുദ്ധതയും സൗമ്യതയും ഉടയോൻ നിന്നിൽ ദർശിച്ച് തന്നാടുകളീതും ചേർത്ത് ഉന്നതമേല രക്ഷതയെ നിൻപേർക്കാൽ ഏൽപ്പിച്ചതിനാൽ നീതന്നെ ഈശന സ്തുതി അനവരതം വാഴ്ത്തി സംഘം സ്തുതിഗീതങ്ങൾ പാടുന്നു ഈശന സ്തുതി അനവരതം മറിയാൻ പറഞ്ഞു എന്നാൽ എൻ്റെ കർത്താവിനെ പുകഴ്ത്തുന്നു. എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നതിനായി ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാലും ഇത് മുതൽ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. എന്തെന്നാ ശക്തിമാനും പരിശുദ്ധനാമമുള്ളവനായവൻ വലിയ കാര്യങ്ങളെ എന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണ അവനെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പന്നരാക്കുകയും സമ്പന്നന്മാരെ വ്യർത്ഥമായി അയക്കുകയും ചെയ്തു. അവൻ നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും സംസാരിച്ച പ്രകാരം എന്നേക്കും തന്റെ കരുണയെ ഓർത്തുകൊണ്ട് അവന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. മേൽപ്പെട്ടത്തിൻ വസനത്താൽ ഭൂഷിതനായി സാദൃശ്യം ആചാര്യത്വം പരമേറ്റു അങ്ങേ ചേർത്തൊരു അജസംഗം സ്തുതി പാടുന്നു. നിൻ പ്രാർത്ഥനയാ നേടട്ടെ ആത്മാക്കൾ തൻ സംരക്ഷ പാർക്കുമോ. സന്ദാനങ്ങൾ പിതൃസോദ പാവന ലോകായ്ക്ക് നന്ദി കരേറ്റിടും ഞങ്ങൾ അഖിലരും ഒരുപോൽ അനവരതം പരമോന്നതന സ്തുതി. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളുടെ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും
സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ദൈവമായ കർത്താവ് ഈ വന്യ പിതാവിനെ തെരഞ്ഞെടുത്ത് ശ്രേഷ്ഠനാക്കി തന്റെ ദൈവിക പ്രബോധനത്തിന്റെ താലന്തിനെ നൽകി ധന്യനാക്കി തീർത്തു. ഈ വന്യാചാര്യൻ തന്റെ മാധുര്യമേറിയ കീർത്തനങ്ങളാലും സത്യവചനത്താലും പരിശുദ്ധ സഭയെ സമ്പന്നമാക്കി സർവവിധമായ നൽവരങ്ങളാൽ സഭയെ അലങ്കരിച്ചു. പരിശുദ്ധ റൂഹായുടെ നിഗൂഢ രഹസ്യങ്ങളെ പിതാവിനാൽ വെളിവാക്കപ്പെട്ടു. ദൈവികമായ ദാനങ്ങളാൽ വിശ്വാസികൾക്ക് സന്തോഷം പ്രദാനം ചെയ്തു. സുന്ത്രോണീസോ ശുശ്രൂഷയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ദൈവികമായ സ്തോത്രഗീതങ്ങളാൽ നിനക്ക് ഞങ്ങൾ സ്തുതി കരേറ്റുന്നു. ഉപദേഷ്ടാവായി ദൈവമായ കർത്താവ് ഈ ശ്രേഷ്ഠപിതാവിനെ തിരഞ്ഞെടുത്തു. ഈ മഹനീയ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ കൊണ്ടാടി നിനക്ക് സ്തുതി അർപ്പിക്കുകയും ചെയ്യുന്നു. തൻ്റെ സിംഹാസനാരോഹണത്തിൻ്റെ ഈ ദിവസം ആദരവോടും ആനന്ദത്തോടും കൂടി ഞങ്ങൾ സംബന്ധിക്കുന്നു. ഈ ശ്രേഷ്ഠാചാര്യൻ ആത്മീയപിതാക്കന്മാരുടെ തലവനും ഭാഗ്യവാനായ ഇടയനും അംഗീകൃതമൽപ്പാനും ദൈവിക ഉപദേഷ്ടാവും മേൽപ്പെട്ടത്വത്തിന്റെ ശോഭയുള്ള കിരീടവും പ്രധാനാചാരിത്വത്തിന്റെ ഉത്തമമായ ഉദാത്തമായ മാതൃകയും ഇളകാത്ത കോട്ടയും കീഴടക്കുവാൻ പാടില്ലാത്ത അജയ്യമായ ഗോപുരവും തമോമയമായ ആത്മാക്കളെ പ്രകാശിപ്പിക്കുന്ന ദീപസ്തംഭവും സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന ഉത്തമ വഴികാട്ടിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവാചനവും പുത്രൻ തമ്പുരാന്റെ വാത്സല്യവാനും പരിശുദ്ധ റൂഹായുടെ വിശ്വസ്താദാസനുമാകുന്നു. വന്യപിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ജ്ഞാനവും ഗ്രഹണത്തിന്റെ ശക്തിയും സഹായവും ദൈവമായ കർത്താവ് നൽകുമാറാകട്ടെ. വിശ്വാസത്തോടും മോദത്തോടും കൂടി നിന്റെ സ്മരണയെ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ പരിശുദ്ധാത്മകീർത്തനങ്ങളാൽ ഞങ്ങൾ അട്ടഹസിച്ച് പറയുന്നു. പരിശുദ്ധ റൂഹായുടെ കീർത്തനങ്ങൾ ആലപിക്കുന്ന മാധുര്യമുള്ള കിന്നരമേ, അവിടുന്ന് സമാധാനത്തോടെ വരിക. പരിശുദ്ധ സഭയിൽ നിന്ന് തിന്മയുടെ അന്ധകാരത്തെ നീക്കിക്കളയുന്ന സത്യത്തിന്റെ ഉപദേഷ്ടാവേ, സമാധാനത്തോടെ വരിക. ദൈവികമൽപ്പാനും സത്യവിശ്വാസത്തിന്റെ പ്രസംഗകനുമായവനെ, സമാധാനത്തോടെ വരിക. സകലരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കുന്ന വിജ്ഞാനത്തിന്റെ ഭണ്ഡാരമേ, സമാധാനത്താൽ വരിക. തന്റെ ശിക്ഷണത്താൽ സകലർക്കും സത്യ-അറിവിന്റെ ജീവിതം നൽകിയവനെ, അവിടുന്ന് സമാധാനത്തോടെ വരിക. തങ്ങളുടെ ദൃഷ്ടാന്തങ്ങളെ വെളിപ്പെടുത്തിയതിനാൽ നിബിയന്മാർ അങ്ങയിൽ സന്തോഷിക്കുന്നു. ശ്ലൈഹിക അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടതിനാൽ ശ്ലീഹന്മാർ അങ്ങയെ പ്രശംസിക്കുന്നു. പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെ ഉപദേശത്തെ സ്വീകരിക്കുകയും അവയാൽ അവിടുന്ന് പ്രകാശിതനാകുകയും ജ്ഞാനിയായി തീരുകയും ചെയ്തതിനാൽ അവർ നിങ്ങൾ അങ്ങയിൽ ആമോദിക്കുന്നു. ഞങ്ങളുടെ അടുക്കലേക്കുള്ളതായ അവിടുത്തെ ആഗമനത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും ശാന്തിയും ലഭിക്കുവാൻ വേണ്ടി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടണമേ. വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും മനം തകർന്നവർക്ക് ശാന്തിയും ദരിദ്രന്മാർക്കും ആവശ്യക്കാർക്കും സംരക്ഷണവും വിശ്വാസികളായ മരിച്ചവരുടെ ആത്മാക്കൾക്ക് ആശ്വാസവും പാപക്ഷമയും നൽകണമേ. നിന്റെ തെരഞ്ഞെടുത്ത പിതാവിനും കെട്ടുവാനും അഴിക്കുവാനുള്ളതായ ഉയരത്തിന്റെയും ആഴത്തിന്റെയും താക്കോൽ അങ്ങേക്കായി നൽകിയ പുത്രൻ തമ്പുരാനും അങ്ങയെ വിജ്ഞാനിയാക്കിയ പരിശുദ്ധ റൂഹായിക്കും ഞങ്ങളും അവരും സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും കരേറ്റണമേ.
هوشوب كول اسبان لو المين باركمون من له نقابله سويه بيشبكون ضده بطريقون الملولم المين സ്വാഗതമേ പുണ്യമെഴും താത ഇടയാവണ്ഡിതനായകനെ ശമവോൻ പോ സബദനാദാരം കുറ്റും പൗലോസിന സമനി വിപിനിവഹത്തി പ്രിയ സഹജ അപ്പോസ്തല സമൂഹസ്ഥ ഏലിയാവോ യോജ്വലനേ യോഹാനോ പ്രതപരനേ നിന്നെ വലിച്ചൊരു സപദന്യ മാർക്കുമോ കാദീശോ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പിതാവിൻ്റെ സുബ്രോണീസ് നിർവഹിക്കുന്ന ഈ സമയത്ത് നിനക്ക് സമർപ്പിക്കുന്ന ഈ ധൂപം കൈക്കൊള്ളണമേ. നിന്റെ ദൈവികമായ സമാധാനവും ശാന്തിയും ഈ ദാസനിലും ഈ ജനത്തിലും നിന്റെ ഇടവകയിലും വന്ന് കവിഞ്ഞൊഴുകുമാറാകണമേ. അവിടുത്തെ ദൈവീകമായ ഈ സിംഹാസനത്തിൻ്റെ മുൻപാകെ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ശുശ്രൂഷകളും സ്വീകരിക്കപ്പെടുമാറാകണമേ. ഞങ്ങളെല്ലാവരും നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും കരയേറ്റുമാറാകണമേ. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ. ആകയാൽ എൻ്റെ വാത്സല്യപുത്രനും കർത്താവിൽ വിശ്വസനുമായ തീമോത്തിയോസേ, ഞാൻ ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ അയച്ചിരിക്കുന്നു. എല്ലാ സഭകളിലും ഞാൻ പഠിപ്പിക്കുന്ന പോലെ മശിഹായിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല എന്ന ഭാവത്തിൽ നിങ്ങളിൽ ചിലർ അഹങ്കരിച്ചു. എന്നാൽ കർത്താവ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വരും.
സ്വയം അലങ്കരിച്ചിരിക്കുന്നവരുടെ വചനമല്ല, അവരുടെ ശക്തി തന്നെ ഞാൻ അറിയും. എന്തെന്നാൽ ദൈവരാജ്യം വചനത്തിലുള്ള ശക്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ വടിയുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരണമോ, അതോ സ്നേഹത്തോടും താഴ്മയുള്ള ആത്മാവോടും കൂടെ വരണമോ? അനേക സാക്ഷികളുടെ മുമ്പിൽ വെച്ച് ഉത്തമ സമ്മതം നീ നൽകുകയും ചെയ്തിട്ടുണ്ടല്ലോ. സകലത്തെയും ജയിപ്പിക്കുന്ന ദൈവത്തെയും പെന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സാക്ഷ്യം നൽകിയ യേശു മിശിഹായെയും സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പ്രത്യക്ഷപരതയെയും നീ കൽപ്പന കളങ്കം കൂടാതെ കാത്തുകൊള്ളണം. താൻ മാത്രം സുത്തനും ബലവാനും രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാർക്ക് കർത്താവുമായിരിക്കുന്നവനും താൻ മാത്രം അക്ഷയനും ആർക്കും തന്നോടടുക്കുവാൻ സാധ്യമല്ലാത്തവനുമായ ദൈവം തക്കാലത്ത് മശിഹായെ കാണിപ്പാനിരിക്കുന്ന ആ ദൈവത്വത്തിന് എന്നേക്കും ബഹുമാനവും അധികാരവും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ ധനികരോട് അവർ ഉന്നതഭാവം കാണിക്കരുതെന്നും നമ്മുടെ ആശ്വാസത്തിനായി സകലവും സമൃദ്ധിയായി നമുക്ക് തന്നിരിക്കുന്ന ജീവമുള്ള ദൈവത്തിലല്ലാതെ പ്രത്യാശ വയ്ക്കാത്തതല്ലാതെ സമ്പത്തിൽ ആശ്രയിക്കരുതെന്നും അവൻ സൽപ്രവൃത്തികൾ ചെയ്യുകയും സൽക്കർമ്മങ്ങളിൽ സമ്പന്നരായിരിക്കുകയും ദാനം ചെയ്യുന്നതിനും സഹകരിപ്പാൻ ഒരുക്കമുള്ളവരുമായിരിക്കുകയും അവർ യഥാർത്ഥ ജീവനെ എത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം വരുവാനിരിക്കുന്നതിലേക്കായി തങ്ങൾക്ക് നല്ല അടിസ്ഥാനമിടുകയും വേണമെന്നും നീ അവരോട് ആജ്ഞാപിക്കണം. തീമോത്തയോസേ, നിനക്ക് പരമേൽപ്പിച്ചിട്ടുള്ള കാര്യം സൂക്ഷിച്ചുകൊള്ളണം. വ്യർത്ഥവാക്കുകളിൽ നിന്ന് ജ്ഞാനം എന്ന് വ്യാജമായി പറയുന്ന വാദങ്ങളിൽ നിന്ന് വിട്ടകന്നുകൊള്ളണം. എന്നാൽ അതിൽ ഉൾപ്പെടുന്നവൻ വിശ്വാസം നിന്ന് വ്യതിചലിച്ചു പോയിട്ടില്ല. ആമീനാഹായ് ബാറക്കുമോ. ഇപ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് സിംഹാസനത്തിൽ നിന്ന് എവൻഗേലിയോൻ വായിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മോറിയോ ലോനകാരേ ദാതോ കുമറൽ ആലം വദുമോസദ മൽകി സദേ de alsonek for son sus resmo esmer sod mele hayo sodalo hod belgelion kadishod morani shum seho de mesgare walai shlomo kol khon eshalam moriano amroho nilo evangelion kadishod morani shum seho Korososom hionisom enohnan shliho Mosonud mare sayo furkon alolmo Riso adinise Tishmol shol bin shahir furkona Al-Qulan Al-Malmi Sabino hokil damdurono sed moran valohan Furukodelan ishom shiho Melson hay alhodet bazar min sulto kadish Maryam holende no kano hoy ayna awdeina ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിലേക്ക് വരാവാതിൽ കൂടി പ്രവേശിക്കാതെ മറ്റു ഭാഗങ്ങളിലൂടെ കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് ആടുകളുടെ ഇടയൻ. വാതിൽ കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദത്തെ അനുസരിക്കും. അവൻ അവന്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കും, അവയെ പുറത്തു കൊണ്ടുപോകും. ആടുകളെ പുറത്തിറക്കിയ ശേഷം അവൻ അവയ്ക്ക് മുമ്പേ നടക്കും. ആടുകൾക്ക് അവന്റെ ശബ്ദം തിരിച്ചറിയാവുന്നതുകൊണ്ട് അവന്റെ സ്വന്തം ആടുകൾ അവന്റെ പിന്നാലെ പോവുകയും ചെയ്യും. എന്നാൽ ആടുകൾ അന്യന്റെ പിന്നാലെ പോവുകയില്ല. പിന്നെയോ അന്യന്റെ ശബ്ദം അവയ്ക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ അവ അവന്റെ അടുക്കൽ നിന്നും ഓടിയകലുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു.
നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നു. എന്തെന്നാൽ കൂലിക്കാരൻ ഇടയനല്ലാത്തവനായാലും ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ടിട്ട് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന ആടുകളെ പിടിക്കുകയും ആട്ടിൻകൂട്ടത്തെ ചതറിക്കുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനാകയാലും ആടുകളെ കുറിച്ച് അവന് കരുതലില്ലാത്തത് കൊണ്ടും കൂലിക്കാരൻ ഓടിപ്പോകുന്നതുമാവുന്നു. ഞാനാകുന്നു നല്ല ഇടയൻ, എന്റേതിനെയോ ഞാൻ അറിയുന്നു, എനിക്കുള്ളവയാൽ ഞാൻ അറിയിക്കപ്പെടുകയും ചെയ്യുന്നു. അതെന്റെ പിതാവിനെ അറിയിക്കുകയും ഞാൻ എൻ്റെ പിതാവിനെ അറിയിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഷൈനോ നാമെല്ലാവരും നല്ലവണ്ണം ഉത്സാഹപൂർവ്വം നിന്നുകൊണ്ട് ജാഗ്രതയോടും ദൈവത്തെ നിരപ്പാകുന്ന ശബ്ദങ്ങളാലും എന്ന് അട്ടഹസിച്ച് പറയണം. മുഖവരെ ജ്ഞാനമുള്ളവരാക്കുകയും വിദ്യാവിഹീനരെ പ്രകാശിപ്പിക്കുകയും സകലത്തിലുപരിയായ വിജ്ഞാനം അറിവില്ലാത്തവർക്ക് പ്രദാനം ചെയ്ത് ഞങ്ങളുടെ വിശ്വാതമ്പുരാനെ നിന്റെ ആട്ടിൻകൂട്ടത്തെ പാലിപ്പാൻ നീ വിളിച്ചിരിക്കുന്ന ഈ ശ്രേഷ്ഠ പ്രധാനാചാര്യനെ നിന്റെ ശക്തിയാൽ പൂർണ്ണനാക്കുകയും തന്റെ സഭാമക്കളെ അന്ത്യം വരെ ജീവനിലേക്ക് വഴി നടത്തുന്ന ശക്തനായ ഭരണകർത്താവും സത്യത്തിന്റെ നേതാവുമായി പൂർത്തീകരിക്കുവാനായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മിശിഹാതമ്പുരാനെ ഈ പ്രധാനാചാര്യനെ നേതൃത്വ ഗുണമുള്ളവനും ജ്ഞാനസമ്പൂർണമാക്കി തീർക്കുമാറാകണമേ. ശ്ലൈഹികവും ദൈവികവുമായി നിന്റെ ആടുകളെയും കളങ്കമില്ലാത്തവരും സുഹൃതമുള്ളവരുമായി നിന്റെ തിരുസന്നിധിയിൽ നിലനിർത്തുവാൻ ശക്തി നൽകുവാൻ വേണ്ടി ഞങ്ങൾ നിന്നോടായി അപേക്ഷിക്കുന്നു. ഈ ശ്രേഷ്ഠ മഹാപുരോഹിതരിൽ നിന്ന് വിജ്ഞാനത്തിന്റെ നദികൾ പുറപ്പെടുവാനും സത്യവും വ്യാജവുമല്ലാത്ത ദൈവിക വാഗ്ദത്തങ്ങൾ പോലെ നിർമ്മലമായ സത്യമേ പിതാവിന്റെ അതിർത്തിൽ നിന്ന് പ്രവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ ശ്രേഷ്ഠ പിതാവ് നീതി നിർവഹണത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുവാനും നിന്റെ ഇടവയ്ക്ക് ദൈവികദാനമാകുന്ന കിരണങ്ങളാൽ കാന്തി ചൊരിയുവാനും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ശ്രേഷ്ഠ പിതാവിനെ ഏൽപ്പിച്ചിട്ടുള്ള ആട്ടിൻ പറ്റത്തെ ദൈവിക വഴിയിൽ ശരിയായി നടത്തുവാൻ പ്രാപ്തനാക്കണമേ. അവസാനം വരെ നിന്നോടുകൂടെ വസിക്കുന്നതിന് വേണ്ടിയും അകലെ പോയവരെ തന്നോടുകൂടെ ചേർത്ത് നിർത്തുന്നതിനും ഭിന്നിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും ഈ ദാസനെ ശക്തീകരിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം 3 പ്രാവശ്യം കുറിയലായിസോനെന്ന് അട്ടഹസിച്ചു പറയണം. വാത്സല്യമുള്ളവരെ, ഇപ്പോൾ ഓക്സിയോസ് ചൊല്ലി 3 പ്രാവശ്യം ക്രമീകരിക്കപ്പെട്ട വൈദികർ ശ്രേഷ്ഠ കാതോലിക്ക് ബാവായി ഉയർത്തുകയും ജനമെല്ലാം ഇദ്ദേഹം യോഗ്യനെന്ന അർത്ഥത്തിൽ ഓക്സിയോസ് പ്രതിവാക്യമായിട്ട് ചെല്ലുവാനും ഓർമ്മപ്പെടുത്തുന്നു. ഓക്സിയോ ഓക്സിയോ ഓക്സിയോ
bonamor baseleo വാത്സല്യമുള്ളവരെ, ഇപ്പോൾ പരിശുദ്ധ പാത്രീസ് ബാവ തിരുമനസ്സുകൊണ്ട് ശ്രേഷ്ഠ ബാധാലിക്ക് നൽകിയ അധികാരപത്രം ഇപ്പോൾ വായിക്കുന്നു. Sostatikon Shem Ithiom Thumoyol Soy Ithuthot Khul Ahid Ignatios Fatar Yarchot Kursios Lihoyod Antiochia Wadkhulo Madenho Urisho Gawo Noyo Daito Suryoito Orthodoxoito Dabkhuloti Bel Dho Afrem Trayono. Apostolic benediction to our beloved metropolitans and our beloved spiritual children, the Venerable Chorepiscopos, esteemed priests, monks, reverend deacons, respected sisters, members of the working committee and managing committee of the Jacobite Syrian Christian Association, and the entire faithful of our Jacobite Syrian Christian Church in India. Since the early centuries, our beloved church in India has been taken care of by the Holy Throne of Antioch with utmost spiritual care and fatherly love. Successive holy patriarchs spared no effort promoting the well-being of the church in India, which is considered the jewel in the crown of Antioch, by providing good leadership to our beloved people in Malankara, who in turn showed their gratitude by zealously protecting the faith of the Holy Church and devotedly maintaining loyalty to the Holy Throne of Antioch. Following the passing away of the late lamented Catholicos of India, His Beatitude More Basilios Thomas I of a blessed memory, and taking into consideration the necessity to ensure a strong and wise leadership for the church today, we wholeheartedly received the request of the Holy Regional Synod and the recommendation of the church bodies in India to consecrate a new Catholicos for our beloved church in Malankara. The Regional Holy Synod of India, held on November 21st, 2024, adopted the recommendation of the Working Committee and Managing Committee of the Church, namely that His Eminence More Gregorios Joseph Metropolitan be the next Catholicos of the Church in India. The same was conveyed to us on December 8, 2024,
we presided over the regional Holy Synod of India held in Puthinkrush. During this synod, the fathers unanimously elected His Eminence More Gregorios Joseph to be the Catholicos. His Eminence was previously re-elected as the Metropolitan Trustee of the Jacobite Syrian Christian Church by the Jacobite Syrian Christian Association held on October 24th, 2023 at the Patriarchal Center, Puthinkrush. After prayerful consideration and according to the Constitution of the Holy Church, we requested the opinion of their eminences, the metropolitans, members of our Holy Synod of Antioch. They unanimously endorsed the election of His Eminence More Gregorios Joseph as the Catholicos of India. We published the Patriarchal Encyclical number EN 54 2025, informing that, God willing, the consecration of the new Catholicos will be conducted at St. Mary Patriarchal Cathedral at Chane, Lebanon on March 25, 2025, the Holy Feast Day of Annunciation. On March 25, 2025, the Holy Corbono was celebrated in the morning after the evening prayer at our St. Mary Patriarchal Cathedral at Chane. We consecrated His Eminence More Gregorios Joseph Metropolitan as Catholicos More Baselios Joseph for our Jacobite Syrian Christian Church in India. In the presence of the heads of sister churches, 65 of our metropolitans participated in the ceremony, whose name and signatures are listed below. Moreover, a large number of priests, monks, deacons, and faithful from different parts of the world attended this consecration ceremony. Together with our brother metropolitans and all clergy and people, with one accord, we proclaimed aloud Axios former Baselios Joseph to be the Catholicos of our Jacobite Syrian Christian Church in India. During this consecration, His Beatitude read, signed, and submitted to us his Shalmutho, confessing the holy faith and the tradition of our church and affirming his submission and obedience to us and our successor in office. By the power and authority given to us by the Holy Spirit as an unworthy successor of St. Peter on the Holy Apostolic See of Antioch, we are now pleased to appoint His Beatitude More Baselios Joseph as the Catholicos of the Jacobite Syrian Christian Church in India, which is an integral part of the Universal Syrian Orthodox Church of Antioch and is comprised of all churches which are members of the Jacobite Syrian Christian Association. Catholicos More Baselios
Joseph will be the regional head of our church in India, under the jurisdiction and control of our Holy Apostolic See of Antioch and all the East. His beatitude shall be the president of our regional Holy Synod in India, and shall administrate our church in India in accordance with the church constitution registered with the government authorities in the name of the Jacobite Syrian Christian Association. Holy Moron shall be consecrated only by us, and whenever needed, his beatitude shall request and obtain the same from us. In regard to consecrating metropolitans, he may do so after obtaining our prior written permission. As the local head of our church in India, his beatitude is to preach the living word of God, to encourage the faithful to lead a pious life, and to preserve the fundamentals formulated in the Holy Ecumenical Synod of Nicaea, Constantinople, and Ephesus, following the footsteps of our Lord, the apostles, and the forefathers of the church. He should be ready even to sacrifice himself for the glory of God and for his bride, the church. His beatitude is bound to carry out all tasks entrusted to him with fear of God, utmost care, and sincerity. We have asked him to live in full devotion to God with the flock, and to decorate himself with the virtues of truth, love, zeal, compassion, and humility. We have also exhorted him to be devout in prayers and fasting, and to observe the norms and religions laid down by the church. He should do all things in consultation with the regional Holy Synod there. Above all, he should be obedient and submissive to the Holy Throne of Antioch and to our humble self as the Patriarch and Supreme Head of the Universal Syrian Orthodox Church, and to our successors in office. We have sufficiently advised him to be a good shepherd as well as a faithful steward, always accountable before God and shepherd of the shepherds. And now we exhort you, beloved metropolitans, the clergy, and the laity of our Jacobite Syrian Christian Church in India, to come forward to receive your Catholicos, his beatitude, More Basilios Joseph, as your shepherd, with joy and singing hymns and shouting Axios to him. Respect him and be obedient to him. Pastoral advice and administration. Give him what is due to him, as per the tradition prevalent among us, and extend your full cooperation and obedience to him, to his beatitude, More Basilios Joseph. He who receives him receives us, and he who rebels against him rebels against us and deserves punishment. We pray to our Heavenly Father that the appointment of our beloved Catholicos, his beatitude, More Basilios Joseph, bring heavenly blessings to you all, as well as to your esteemed country of India.
May your happiness thereby increase and your sorrow vanish. May God shower goodness and blessings upon you by his prayers. May Almighty God protect you all. May the Lord give you remission of sins. May he grant you and the souls of your departed ones inheritance in the kingdom of heaven. May the grace and benediction of God abide with you all, now and forever, through the intercession of the Holy Virgin Mary, Mother of God, Saint Peter, the chief of apostles, Saint Thomas, the apostle of India, and all the saints. Amen. Baruch mor, abunit bashmayo, nithqa dash shmoch. Tise manso, nithwes biono, aikanu bashmayo faro, hamana lehmos nkona niyomono, mashmukhla hawai matohai, aikanu dofina shwagla hayomai, lo tala nasyona ilo fasavan bisho, metudilo kimal kosam, uhailo dishmoto al-binami. Issued at the patriarchal residence in Achane Bikfaya, Lebanon, on March 25, 2025, which is the 12th year of our patriarchate. ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസപ്രമാണം ചേർന്നല്ലോ. ബറക്കുമോർ ബസ്. ഇപ്പോൾ അംശവടി കൊടുക്കുന്നു. Another 5. Oshnun shadar lochmor yom in Zion tishtala lab'ilid bobaik. All the bishops, please. 5. Where are the bishops, please? Hotorod Oshnon Shadar Lochmor Yom in Zion Tishtalat Bab'e Lidbobaik. Hotorod Oshnon Shadar Lochmor Yom in Zion Tishtalat Bab'e Lidbobaik. Hotorod Oshnon Shadar Lochmor Yom in Zion تشتغلت لبعيل دبوبايك حطرد عشن شادر لخمريو من سيون تشتغلت لبعيل دبوبايك حطرد عشن شادر لخمريو من سيون تشتغلت لبعيل دبوبايك حطبد عشن شادر لخمر يوم سيون اشتغلت لبعيل دبوباي. Congratulations. എല്ലാവർക്കും ചേർന്ന് വിശ്വാസ പ്രമാണം ചെല്ലാം. ബറക്കുമോർ ബസ്ലൂസ് കുമറോം അലിയോനേനുവിനീമാ. ശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ നീതിമാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ
യേശുമിശിഹായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസ ഒന്ന് മാത്രമാണ് മരിച്ചുപോയവരുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ സ്ഥാനാരോഹണ ശുശ്രൂഷ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും പുറപ്പെട്ടു പോകുന്ന ഭവനങ്ങളെയും പ്രതിദാനം ചെയ്യുന്ന ഇടവകകളെയും ഭദ്രാസനങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ വാങ്ങിപ്പോരുടെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ ബലഹീനമുള്ളതും കുറവുള്ള അടിയങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമേറി അങ്ങയുടെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാകട്ടെ. അബോറൂഹോ കാദേശോ Oshov kulas ban lol men kurielaison shramelain moran shpolok moran സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളടങ്ങുന്ന പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ നിർഭയമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരോട് കൂടിയും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.